മണ്ഡലത്തിൽ നിന്നും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ജനപ്രതിനിധികൾക്ക് ശില്പശാല സംഘടിപ്പിച്ചു. പരിപാടി കുറിക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. തിരൂർ നിയോജക മണ്ഡലത്തിലെ 6 പഞ്ചായത്തിൽ നിന്നും ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്നും തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾക്കാണ് തിരൂർ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSM പോളിടെക്നിക്കിൽ വെച്ച് ശില്പശാല സംഘടിപ്പിച്ചത്. തിരൂർ MLA കുറിക്കോളി മൊയ്തീൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഈ തിരുതല പഞ്ചായത്ത് നഗരപാലിക ബില്ല് വന്നതിന് ശേഷം ഈ 5 തവണ നടന്ന തെരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആദ്യഘട്ടത്തിൽ നമ്മുടെ സ്വാധീന കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ആദവനാട്, കൽപ്പകഞ്ചേരി, തിരുനാവായ പഞ്ചായത്തുകൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ട സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു വേള വെട്ടം മാത്രമാണ് UDFന്റെ ഭരണം ഉണ്ടായത്. ബാക്കിയൊക്കെ നഗരസഭയടക്കം നഷ്ടപ്പെട്ട സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് പലപ്പോഴായി 1-2 പഞ്ചായത്തുകൾ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമുണ്ടായി. വളവന്നൂരും തിരൂർ മുനിസിപ്പാലിറ്റിയും ഒരിക്കൽ നമ്മളാണെങ്കിൽ പിന്നൊരിക്കൽ ഇടതുപക്ഷം എന്ന രീതിയിലാണ് 5 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുക. മണ്ഡലം മുസ്ലിം പ്രസിഡന്റ് കോട്ടയിൽ കരീം അധ്യക്ഷനായ ചടങ്ങിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി വെട്ടം ആലിക്കോയ സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി, ദേശീയ സെക്രട്ടറിമാരായ MP മുഹമ്മദ് കോയ, ഫൈസൽ ബാബു, സെയ്ദലവി മാസ്റ്റർ തുടങ്ങി ജില്ലാ മണ്ഡലം നേതാക്കൾ പങ്കെടുത്തു സംസാരിച്ചു. ന്യൂസ് 99 തിരൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.